മോഹൻലാലിൻ്റെ ശോഭനയുടെയും ഒക്കെ അഭിനയങ്ങളൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ കണ്ടു. ഇല്ല എല്ലാ പടങ്ങളും ഒന്നും വന്ന് കാണാറില്ല. അല്ല, ഇങ്ങനെ ഒരു ലെജൻഡറി മൂവി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം പടത്തിനെ പറ്റി പറയുന്നത് റീമാസ്റ്ററിങ്ങിന്റെ കുറച്ച് ചെറിയൊരു പരിമിതി തോന്നി കണ്ടപ്പോൾ. ഇല്ല ബ്രോ, ഇതാണ് ആക്ച്വലി കറക്റ്റ് വേർഷൻ. നമ്മൾ ടി വി കാണുന്നതിനേക്കാൾ ഒരുപാട് സീൻസ് ഇതിനകത്തുണ്ട്. ദേവദൂതനിൽ ഇതുപോലെ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട്. തിയേറ്ററിൽ ഫസ്റ്റ് ടൈം കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ആ രീതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സിനിമയാണ്, പക്ഷേ മൊത്തം എഫക്റ്റ് വരുമ്പോൾ നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ്. തിയേറ്റർ ഫസ്റ്റ് ടൈമാണ്, 97 മിസ്സായതാണ്. സൂപ്പർ. മനസ്സിലൊന്നും പറയാനില്ല, കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ്. അല്ല, ഇങ്ങനെ ഒരു ലെജൻഡറി മൂവി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം വിചാരിച്ചല്ലേ ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുള്ളത്. സോ ഹാപ്പി. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഴയത് കാണുമ്പോഴൊരു നല്ല രീതി. അടിപൊളി പടം, സൂപ്പർ എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്. ഇല്ല പണ്ട് കണ്ടിട്ടില്ലേ? നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. ഈവൻ ഹൈ ഡെഫിനേഷൻ ആയിരുന്നു, വോളിയം സൗണ്ട് ഭയങ്കരമായിരുന്നു. കൊള്ളായിരുന്നു, പിക്ചർ ക്വാളിറ്റി കൊള്ളായിരുന്നു. നല്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് കണ്ടപ്പം ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ്. നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ടി വി കണ്ടതിനെക്കാട്ടി കുറച്ച് നല്ലതായിരുന്നു. കുഴപ്പമില്ല, നല്ല ഡോൾബി അറ്റ്മോസ്, നല്ല സൗണ്ട് സിസ്റ്റം. ഓർക്കരുതോളാം, പണ്ട് 3 പ്രാവശ്യം കണ്ടതാണ് 93. നല്ല അനുഭവം, നല്ല പുതിയ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പടം നല്ല കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പാട്ടൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ദേവദൂതൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ദേവദൂതനിൽ ഇതുപോലെ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അടിപൊളിയായിരുന്നു. കൊള്ളാം, പിന്നെ പറയണ്ടല്ലോ, അറിയാലോ. എവർഗ്രീൻ പടല്ലേട്ടാ. അതന്നെ, നമുക്ക് ചെറുപ്പത്തിൽ കാണാൻ പറ്റിയില്ല, അതിപ്പോൾ കാണാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം. പടത്തിനെ പറ്റി പറയുന്നത് റീമാസ്റ്ററിങ്ങിന്റെ കുറച്ച് ചെറിയൊരു പരിമിതി തോന്നി കണ്ടപ്പോൾ. വലിയതായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും കൊള്ളാം. ആ ഒരു ക്ലാരിറ്റിനെസ്സിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ ഫുൾ സ്ക്രീനാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ എങ്ങനെ പോയാലും പടം അതറിയാലോ എങ്ങനെയായിരിക്കുന്നു. സെറ്റായിരുന്നു. എന്താ പറയുക, മിനി സ്ക്രീനിൽ നിന്ന് ഒരു ബിഗ് സ്ക്രീൻ കണ്ട എക്സ്പീരിയൻസ് അതൊരു നല്ല ഇതാണ്. നല്ലൊരു ക്ലാസ് മൂവിയുടെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാത്തിരിക്കുന്നതായിരുന്നു. തിയേറ്റർ ഫസ്റ്റ് ടൈമാണ്, 97 മിസ്സായതാണ്. ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടതാണ്. മൺചിത്രത്താഴ് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പടമാണല്ലോ, അപ്പോൾ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും കുറച്ച് പേരെന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട്. പഴയ പോലെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എന്താ, എപ്പോഴും എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ സ്റ്റോറി അറിയാമെങ്കിലും ബോറടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് വളരെ എന്തായിരുന്നു, ഇത്രയും നാൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും ആ എക്സ്പ്രഷനും കാര്യങ്ങളും മ്യൂസിക്കെല്ലാം അതെന്ന് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇല്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളാ BGM-ഉം പിന്നെ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡീറ്റെയിലിംഗ് ഒക്കെ ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിംഗ് ആണെങ്കിലും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. കൊള്ളാം, നല്ലതായിരുന്നു. സൗണ്ട് എഫക്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ടി വിയിൽ കാണുന്ന തിയേറ്ററിൽ കാണുമ്പോൾ പ്രത്യേക ഒരു ഇതായിരുന്നു. കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു. അത് ഞാൻ കുറേ പ്രാവശ്യം കണ്ട് ടയേർഡ് ആവത്തില്ല, അത്ര തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള കൊള്ളായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം കാണണം എന്ന് ആഗ്രഹമുണ്ട്. തിയേറ്ററിൽ ഫസ്റ്റ് ടൈം കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ആ രീതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറേ കണ്ട് ഡയലോഗൊക്കെ കാണാപ്പാടായിരുന്നു. ലൈക്ക് ഭയങ്കര എപ്പിക് ഡയലോഗ്സും എന്താണ് അഭിനയം എല്ലാം അടിപൊളിയായിരുന്നു. ആ തിയേറ്ററിൽ എന്നുവെച്ചാൽ നമുക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണല്ലോ, അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കത് അറിയാം. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ശോഭന മാമിൻ്റെ ഒക്കെ ആയാലും ഓരോ എക്സ്പ്രഷൻ വൈസൊക്കെ നമ്മൾ ആ പാട്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇതിൻ്റെയൊക്കെ ഡയലോഗ് ഭയങ്കരമായിട്ട് കാണാതെ അറിയാം. അപ്പം നമുക്കറിയാം ഓരോ തവണ ഇനിയിപ്പോൾ എന്താണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റും. അപ്പം എന്താണ് ഭയങ്കര അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു, നല്ലായിരുന്നു. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സിനിമയാണ്, പക്ഷേ മൊത്തം എഫക്റ്റ് വരുമ്പോൾ നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ്. ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി എല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ആദ്യത്തെ തിയേറ്ററിൽ കാണുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഡിയോ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്ക്രീൻ നല്ല വിഷ്വലി നല്ല ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ഇല്ല, ടി വി കണ്ടിട്ടുള്ളതേ ഉള്ളൂ, തിയേറ്ററിൽ വന്ന് ആദ്യമായിട്ട് കണ്ടു. പണ്ട് കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ, പക്ഷേ പണ്ട് വയസ്സായതുകൊണ്ട് മറന്നുപോയല്ല. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ കണ്ടപ്പോഴേക്ക് തോന്നിയതുകൊണ്ട് വന്ന് മോഹൻലാലിൻ്റെ ശോഭനയുടെയും ഒക്കെ അഭിനയങ്ങളൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ കണ്ടു. ഇടയ്ക്ക് വരും
വല്ലപ്പോഴും വരും. അല്ല ഇല്ല, എല്ലാ പടങ്ങളും ഒന്നും വന്ന് കാണാറില്ല. അടുത്ത കാലത്തൊന്നും ടി വിയിലും കാണുന്നേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഇന്നിപ്പോൾ കൊച്ചുമോനും കൊച്ചുമോളും ഒക്കെ കൊണ്ടുവന്നത് കൊണ്ട് വന്ന്. പടം അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് സിനിമ ഞാൻ കാണുന്നത്. കഴിഞ്ഞ തവണ കേരളീയത്തിന് സിനിമ ഉണ്ടായിരുന്നല്ലോ, അന്ന് തിരക്കിനിടയിൽപ്പെട്ട് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്നും അതേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഓരോ തവണ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാറ്റ്നിനെ വേണ്ടി പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. കാരണം അവരിതിനെ 4K അറ്റ്മോസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം അവരുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് പടത്തിൽ കാണാനുമുണ്ട്. ചെറിയ ചെറിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഓവറോൾ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇല്ല ബ്രോ, ഇതാണ് ആക്ച്വലി കറക്റ്റ് വെർഷൻ. നമ്മൾ ടി വി കാണുന്നതിനേക്കാൾ ഒരുപാട് സീൻസ് ഇതിനകത്തുണ്ട്. പല സീനുകൾ നമ്മൾ കാണുന്ന ഒരുപാട് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് നമ്മൾ പണ്ട് ടി വി കണ്ടിരുന്നത്. പക്ഷേ ഇതാണ് തോന്നുന്നു കറക്റ്റ് വെർഷൻ. ഈ 149 മിനിറ്റ് ഫുൾ പടമുണ്ട്. ഞാൻ കഴിഞ്ഞ കണ്ടപ്പോഴും കുറച്ചും കൂടെ യൂത്തായിരുന്നു കഴിഞ്ഞ ആ ടൈമിൽ കൂടുതൽ, കാരണം ആ സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഫാമിലിയും പ്രായ ആളുകളൊക്കെ പടം കാണുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും പ്രായകാലൊക്കെ ഈ ഫിലിം ഇപ്പോഴും ഇരുന്ന് കണ്ട് ഇതിലെ കോമഡിയൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ 4K അറ്റ്മോസിൽ. അപ്പം എല്ലാവരും പടം കാണുക എന്നുള്ളതാണ്. നല്ല എക്സ്പീരിയൻസ് തന്നെ. നല്ല സിനിമയൊക്കെ വീണ്ടും കാണാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. നല്ല കളർ എഫക്റ്റ് എല്ലാം ഉണ്ട്. വീണ്ടും പാട്ടൊക്കെ ഒന്നും കൂടെ കേൾക്കാൻ പറ്റിയത് നമ്മൾ ടി വിയിൽ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ടായെങ്കിലും വീണ്ടും ഒന്നും കൂടെ കാണാൻ പറ്റിയെന്ന് ഞാൻ സന്തോഷമുണ്ട്. നല്ല ഭംഗി, നല്ല കളർ ഗ്രേഡിങ്ങും എല്ലാം കൂടെയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് അന്ന് ഞാൻ ജനിച്ചിട്ടില്ല അന്ന് അത് റിലീസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇപ്പം വീണ്ടും വലിയ ബിഗ് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം.